കേൾക്കാം കേൾക്കാം. ഇന്നലെ ഒരു ഘട്ടത്തിൽ ഞാൻ അപ്പീലിന് പോകില്ല, ഇനി എനിക്കതിൽ വിശ്വാസമില്ല എന്നങ്ങ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കവേ. അപ്പീൽ പോകാം എന്നുള്ളതാണ് സർക്കാർ തീരുമാനം, അതിനെ സ്വാഗതം ചെയ്യുന്നുവോ? അതെ, അപ്പീലിന് സർക്കാർ പോകുന്നുണ്ട്. അതിൻ്റെ പിതാവെന്ന് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളും കൂടെ തീരുമാനിക്കുന്നുണ്ട്, വേറെ വക്കീലിനെ നോക്കുന്നുണ്ട്. അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യുന്നുണ്ട്. അത് ഈ വാളയാർ കേസ് പോലെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനാണ്. അത് ഈ ജഡ്ജിമെൻറ്റിനെ റദ്ദ് ചെയ്തുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ FIR നിലനിർത്തിക്കൊണ്ട് കേസ് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പഠിച്ചിട്ട് അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ രീതിക്ക് ആരെക്കൊണ്ട് ഇത് ആരെ നിയമിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇത് ഉടനെ തന്നെ അത് ചെയ്യും. ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിൻ്റെ അകത്തുള്ള വേദനകൾ അതുപോലെയാണ്. നമ്മളിത് കേട്ടപ്പോൾ നമുക്ക് എന്നതാണ് സംസാരിക്കുന്നത്, എന്താണ് അവിടെ ഉണ്ടായത്, ഇത് അതിനകത്ത് ജഡ്ജ്മെൻറ്റ് പറയുമ്പോൾ എല്ലാവരും തന്നെ നെട്ടിപ്പോയ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒന്നും തന്നെ പറഞ്ഞില്ല. അതിനകത്ത് കേസ് വിളിച്ചു, ഈ കേസ് ഇസ് ഡിസ്പസ് എന്ന് മാത്രമാണ് അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ 6 മണിക്ക് ശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു തന്നത്, അതിൻ്റെ കോപ്പി. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇത് മുഴുവൻ ഞാൻ എല്ലാ ദിവസങ്ങളിൽ ആ കോടതിയിൽ ഞാൻ ഹാജരാകാറുണ്ട്. അങ്ങനെ എനിക്കിത് അതിനകത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ഇത് 1 മാസത്തിന് മുമ്പ് തന്നെ ഈ പ്രതി പുറത്തു വരുമെന്നുള്ള കാര്യങ്ങൾ അവരുടെ പ്രതിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ വീട്ടുകാർ ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവിടെ ഒരു വിശ്വാസത്തിന് പോയപ്പം അവിടെ ഞങ്ങളുടെ ആൾക്കാരെ തെറി വിളിച്ച് ഭയങ്കര തല്ലാൻ വരികയും ഒത്തിരി അനാശങ്ങൾ പറഞ്ഞ് വെള്ളം അടിച്ചിട്ട് അലമ്പുകൾ ഉണ്ടാക്കുകയും ആ രീതിയിലൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് 1 മാസത്തിന് മുമ്പ് എങ്ങനെ അവർക്ക് മനസ്സിലായി? അപ്പം ഇത് കേസിനെ ഇവർ ഈ വാദം നമ്മുടെ പ്രോസിക്യൂട്ടർ വാദം പറയുമ്പോൾ പോലും വാദം ഒരു പ്രോസിക്യൂട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ പ്രതിയുടെ ഭാഗത്തു നിന്ന് അവരൊരു വാദം പറയും. അതും കൂടെ കഴിഞ്ഞാൽ അവർ പറയുന്ന ഈ കഥകളൊക്കെ അതിനകത്ത് പോരായ്മകളൊക്കെ ഈ നമ്മുടെ പ്രോസിക്യൂട്ടർ വീണ്ടും ഇത് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു ചാൻസ് അവിടെ ഈ കേസിൽ ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയും അത് ഓൺലൈനിലൂടെ പങ്കെടുത്താൽ മതി എന്ന് അവിടെ പറയുകയും ഇത് ഞാൻ നേരിട്ട് കാണുന്ന സാഹചര്യമാണ്. എന്നിട്ട് ഓൺലൈനിൽ വരാൻ പറഞ്ഞിട്ട് എൻ്റെ പ്രോസിക്യൂട്ടർ അവിടെ ഓൺലൈനിൽ വരികയും അവിടെ ഇവരുടെ വക്കീൽ ഈ പ്രതിഭാഗം വക്കീൽ നേരിട്ടാണ് അവിടെ പങ്കെടുത്തത്. നേരിട്ട് പങ്കെടുക്കുകയും അതിനകത്ത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ വിധി ഇന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ വിധിയുടെ ഭാഗമായി പറയുന്നത് പോലീസ് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്നിപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തലേ ദിവസം തന്നെ, അതായത് ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ അവിടെ വന്ന് ആ ലയത്തിലെ ആ മുറി ബന്ദോബസ്ത് ചെയ്തിരുന്നു. പിറ്റേ ദിവസമാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. കോടതി പറയുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതും 2 കാര്യങ്ങളാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അന്നേരം തന്നെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ അവിടെ മരിച്ചു എന്നും പറഞ്ഞ് അവിടെ ഇത് മോർച്ചറിനകത്ത് കയറ്റി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ആൾക്കാർ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ പോലീസ് ഞങ്ങളുടെ വീട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 പോലീസുകാരും ഇവിടെ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്ന് ഈ പിറ്റേ ദിവസമാണ് വന്ന് എന്നുള്ള കാര്യങ്ങൾ ഈ പ്രതിഭാഗം അവിടെ വാദിച്ച കാര്യങ്ങളാണ്. പ്രതിഭാഗം ബാധിച്ചാണ് ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടായിട്ട് അവർ തരാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ നമ്മുടെ പ്രോസിക്യൂട്ടർ നേരിട്ട് വരാതെ അത് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറഞ്ഞ് ഓൺലൈനിൽ അവർക്ക് കറണ്ട് ഇല്ലാതെ പോവുകയും അവർക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോവുകയും ഈ പ്രതിയുടെ വക്കീൽ മാത്രമാണ് അവിടെ ആർഗ്യുമെൻറ്റ് നടത്തിയത്. അവിടെ ആർഗ്യുമെൻറ്റിൽ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുന്നുണ്ട് പ്രോസിക്യൂട്ടർ ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല, നമുക്ക് അദ്ദേഹം കൂടെ വന്നോട്ടെ, കറണ്ട് വരട്ടെ എന്നുള്ള രീതി. എന്നാലും ഇദ്ദേഹം ലോബിയും പറഞ്ഞ് അവിടെ തിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ പോലീസ് ആ മുറി സീൽ ചെയ്തിരുന്നു അല്ലെ? അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീ സുനിൽകുമാർ എപ്പോഴാണ് എത്തിയത്? അന്ന് തന്നെ എത്തിയിരുന്നു, പിറ്റേ ദിവസമേ എത്തിയുള്ളൂ? ഞങ്ങൾ അന്നേരം ആ മാനസിക അവസ്ഥയിലല്ലായിരുന്നു. ഇതിനകത്ത് ആരൊക്കെ വന്നുപോയി എന്നുള്ള അറിയത്തില്ല. പക്ഷെ പോലീസുകാരുണ്ടായിരുന്നു.
മനസ്സിലാവും. പിന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ മകൻ അവനോട് അന്ന് രാത്രി തന്നെ ഇവർ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൊഴിയെടുത്തതല്ല, അന്ന് തന്നെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്നു ചെയ്തു എന്നുള്ളതാണ്. ശരി.